Hallelujah, 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 hallelujah. നിത്യസഹായനാദേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്ക സ്നേഹനാഥ. സ്വരമുയർത്തി ഹൃദയം തുറന്ന് പ്രാർത്ഥനയോടെ 2 പ്രാവശ്യം കൂടി. സഹായനാദേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിന്മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാൻ സ്നേഹനാഥേ. ഒരിക്കൽ കൂടി ചേർന്ന് സ്വരത്തിൽ ഒരുമയോടെ സഹായനാഥേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിന്മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാൻ സ്നേഹനാഥേ. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. നിങ്ങളുടെ 2 കൈകളും ഈശോയിലേക്ക് ഉയർത്തുക. പ്രിയപ്പെട്ടവരെ, പന്തക്കുസ്താ ദിനം സഹിയോനൂട്ടുശാലയിൽ പ്രാർത്ഥിച്ചും ദൈവത്തെ സ്തുതിച്ചും ഇരുന്ന സമൂഹത്തിലേക്ക് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു. നമുക്കും ഈ നിമിഷങ്ങളിൽ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സ്വരമുയർത്തി അധരങ്ങൾ തുറന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ അറിയാവുന്നതുപോലെ സ്തുതിച്ചുകൊള്ളുക. ഭാഷാപരത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ കൃപയുള്ള മക്കൾക്ക് അങ്ങനെ ദൈവത്തെ സ്തുതിക്കാം. ഇനി ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ യേശുവേ നന്ദി, യേശുവേ സ്തുതി, അല്ലെങ്കിൽ വെറുതെ ഹല്ലേലൂയ ഹല്ലേലൂയ ആവർത്തിച്ച് സ്തുതിച്ചുകൊള്ളുക. എങ്ങനെയുമാകട്ടെ, നിങ്ങൾ അധരങ്ങൾ തുറക്കണം. തൊട്ടടുത്തുള്ള ഒരു 5-8 പേർക്കെങ്കിലും കേൾക്കാവുന്ന അത്രയും സ്വരത്തിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. ഞാൻ പറയുമ്പം നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പം ഈ വേദിയിലുള്ള ഈശോയുടെ ചുറ്റുമുള്ള ഞങ്ങൾ 5-8 ദൈവത്തിന്റെ അഭിഷിക്തർ, ഞങ്ങളുടെ പൗരോഹിത്യ അധികാരത്തിൽ നിങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരങ്ങളായി, ദാനങ്ങളായി, കൃപകളായി, ഫലങ്ങളായി, രോഗസൗഖ്യങ്ങളായി, ദുശീലത്തിൽ നിന്നുള്ള വിടുതലായി അതിശയകരമായ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ നിങ്ങളിൽ സംഭവിക്കാൻ വേണ്ടി പൗരോഹിത്യ അധികാരത്തിൽ ഈ അൾത്താരയിൽ ഈശോയുടെ ചുറ്റും നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങൾ എല്ലാവരും ചേർന്ന് ദൈവത്തെ വിളിക്കണം, സ്തുതിക്കണം. എല്ലാവരും ചേർന്ന് സ്തുതിച്ചുകൊള്ളുക. ഹല്ലേലൂയ. നിങ്ങളാണ് സ്തുതിക്കേണ്ടത്, നിങ്ങളാണ് സ്വരമുയർത്തേണ്ടത്, നിങ്ങളാണ് ദൈവത്തെ വിളിക്കേണ്ടത്. ഒരാഗ്രഹം മാത്രം, ഒരു പ്രാർത്ഥന മാത്രം. പരിശുദ്ധാത്മാവേ വന്നു നിറയണേ, എന്റെ രോഗങ്ങളെ എടുത്തു മാറ്റണേ, എന്റെ വേദനകളെ നീക്കണേ, എന്റെ മനസ്സിനെ, എന്റെ ഹൃദയത്തെ, എന്റെ ആത്മാവിനെ, എന്റെ ശരീരത്തെ തൊടണമേ, വിശുദ്ധീകരിക്കണമേ. മക്കളെ, സ്വരമുയർത്തിക്കൊള്ളുക. നീ ഈശോയുടെ മുന്നിലാണ്, നീ ഈശോയുടെ മുന്നിലാണ്. നിന്റെ വേദനകൾ അതെന്തുമാവട്ടെ ഈശോയോട് പറഞ്ഞു സ്തുതിച്ചുകൊള്ളുക. പരിശുദ്ധാത്മാവ് നിന്നിൽ വന്നു നിറയുമ്പം നിന്റെ ദുഃഖം മാറും, നിരാശ മാറും, വേദന മാറും, സന്തോഷം കൊണ്ടും നീ നിറയും. നിന്റെ കണ്ണീര്, നിന്റെ കണ്ണീരിന്റെ കാരണങ്ങൾ അതെന്തുമായിക്കോട്ടെ എല്ലാം ഈശോയിലേക്ക് കൊടുത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. സ്വരമുയരട്ടെ, സ്വരമുയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ എല്ലാ മക്കളിലും വന്നു നിറയണമേ. ഈ സമൂഹത്തിൽ അതിശയകരമായ പരിശുദ്ധാത്മ നിറവ് ഈ സമൂഹത്തിൽ സംഭവിക്കാൻ വേണ്ടി ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ പെന്തക്കോസ്തയുടെ അനുഭവം ഈ സമൂഹത്തിൽ ഉണ്ടാവട്ടെ. ഈ സമൂഹത്തിലെ രോഗികളായ മക്കൾ പരിശുദ്ധാത്മ നിറവിൽ സുഖപ്പെടട്ടെ. രോഗാണുക്കൾ ആത്മാവിന്റെ നിറവിൽ നിർജീവമാകട്ടെ. മനസ്സിന്റെ ഭാരങ്ങൾ, കെട്ടുകൾ, തിന്മയുടെ സ്വാധീനങ്ങൾ പരിശുദ്ധാത്മ നിറവിൽ സകല മക്കളിലും വിട്ടുപോകട്ടെ. പുതിയ സൃഷ്ടികളായി ഓരോരുത്തരും തീരട്ടെ. ഓരോ ജീവിതവും മാറട്ടെ. ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മക്കളായി പരിശുദ്ധാത്മാവേ ഓരോരുത്തരെയും ഒരുക്കണമേ, നിറയ്ക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കുക, സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കും പോലെ ദൈവത്തെ സ്തുതിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊള്ളുക. ദൈവത്തെ സ്തുതിച്ച് കൈകളടിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ കൈകളടിച്ച് ദൈവത്തെ സ്തുതിക്കുക.
അതരങ്ങൾ തുറന്ന് ദൈവത്തെ സ്തുതിച്ച് കൈകളടിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും, എല്ലാ മക്കളും, കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് മുതിർന്നവർ വരെ സകലരും കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ച് പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ ഇറങ്ങി വരവിന് വേണ്ടി, നിറവിന് വേണ്ടി, പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി, നിങ്ങളുടെ ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി, നിങ്ങളുടെ വഴികൾ സുരക്ഷിതമാകാൻ വേണ്ടി ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് കൈകൾ കൂപ്പാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. എല്ലാ മക്കളും ചേർന്ന് പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയും. പരിശുദ്ധാത്മാവിന്റെ ബലവും ശക്തിയും വേണ്ടവരെല്ലാം ചേർന്ന് ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പ്രിയപ്പെട്ടവരെ, ഉള്ളിന്റെ ഉള്ളിൽ ഓരോരുത്തരും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം, പന്തക്കുസ്തയിലെ അനുഭവം, പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞതോടുകൂടി ശിഷ്യരെല്ലാം പുതിയ സൃഷ്ടികളായി തീർന്നു. പാപത്തോട് സന്ധിയില്ലാതെ പടപൊരുതാൻ അവർക്ക് കരുത്ത് കിട്ടി, ശക്തി കിട്ടി. അവരുടെ നാണം മാറി, പേടി മാറി. ബോധ്യത്തോടും ശക്തിയോടും തീഷ്ണതയോടും കൂടെ ഈശോയ്ക്കായി ജീവിക്കാൻ അവർക്ക് കൃപ കിട്ടി, കരുത്ത് കിട്ടി. ഈ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം നമ്മിലും നിറയാൻ വേണ്ടി, നിന്നിൽ നിറയാൻ വേണ്ടി കൈകൾ ഈശോയെങ്കിലേക്ക് തുറന്ന് കൈകൾ ഉയർത്തി ആദ്യ നൂറ്റാണ്ടിലെ അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം അതിശയ ലോകത്തിൽ നടന്നിടുവാൻ പാടുക. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. ഹൃദയത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഒരിക്കൽ കൂടെ ദാഹത്തോടെ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പ്രിയപ്പെട്ടവരെ, കണ്ണുകളടച്ച് ഓരോരുത്തരും പ്രാർത്ഥിക്കുക. ഈ ലോകത്തിന്റെ മോഹങ്ങൾ വെടിയാൻ, ഈ ലോകത്തിന്റെ സ്വാധീനങ്ങളുടെ കെട്ടുകൾ പൊട്ടിക്കാൻ, തിന്മയുടെ ശക്തികളെ സന്ധിയില്ലാതെ അവയോട് പടപൊരുതാൻ, തിന്മയുടെ ശക്തികളെ ദൂരെ കാട്ടിപ്പായിക്കാൻ, ഈശോ പറഞ്ഞതുപോലെ സാത്താനെ ദൂരെ പോവുക എന്ന് തിന്മയുടെ ശക്തികളോട് പറയാൻ, ഈ ലോകത്തിന്റെ കെട്ടുകൾ പൊട്ടിച്ച് ഈശോയിലേക്ക് തിരിഞ്ഞ് ഒരു പുതുജീവിതം, ഒരു വിശുദ്ധമായ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മ കൃപ ഓരോരുത്തരും പ്രാർത്ഥിച്ചുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, ഇതൊരു ദ്വീപാണ് നിങ്ങൾ താമസിക്കുന്ന ഈ ബോൾഗാട്ടി. പക്ഷെ ഓർക്കണം, ദ്വീപാണെങ്കിലും ഈ ലോകത്തിലെ വിഷക്കാറ്റുകൾ മുഴുവനും ഈ ദ്വീപിലും വീശിയടിക്കുന്നുണ്ട്. തിന്മയുടെ വിഷക്കാറ്റുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പം അതിനെതിരെ തിരിഞ്ഞു നിൽക്കാൻ, സന്ധിയില്ലാതെ തിന്മയോട് പടപൊരുതാൻ, വിശുദ്ധിയുടെ ഒരു ജീവിതം നയിക്കാൻ, വിശുദ്ധമായ വഴിയിലൂടെ ജീവിക്കാൻ പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വീണ്ടും കൈകൾ ഈശോയിലേക്ക് ഉയർത്തുക. എല്ലാവരും കൈകൾ ഈശോയിലേക്ക് ഉയർത്തുക. എല്ലാവരും ലോകത്തിൻ മോഹം വിട്ടോടാൻ, സാത്താന്റെ ശക്തിയെ ജയിക്കാൻ ഒന്ന് ചേർന്ന് ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ
ഞങ്ങൾ സാത്താന്റെ ശക്തി ജയിച്ചിടുവാൻ ധീരതയോടെ നീ സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. എല്ലാവരും കൂടെ ധീരതയോടെ നീ സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. കരങ്ങൾ കോർത്തു പിടിക്കുക. നിങ്ങൾ പുരുഷന്മാരുടെ സ്ത്രീകളുടെ ഈ കോർത്തു പിടിച്ച കൈകൾ ഈ സമൂഹത്തിലേക്ക് മുഴുവനും ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരാൻ കോർത്തു പിടിച്ച കൈകൾ ഉയർത്തി ഈ സമൂഹം മുഴുവൻ ദൈവത്തിന്റെ കൃപയുടെ നിറവ്, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം ഈ സമൂഹത്തിന് മുഴുവൻ ഉണ്ടാവാൻ പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവെ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. നീ ആരുടെ കൈകളിൽ പിടിച്ചോ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ മകന് വേണ്ടി, മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിച്ചോളൂ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾ കൂപ്പി എല്ലാവരും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങളിൽ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കുകയായിരുന്നു. പരിശുദ്ധാത്മ ശക്തി നിങ്ങളിൽ നിറയുകയായിരുന്നു. ആത്മാവിന്റെ സംരക്ഷണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശോ തന്നു കഴിഞ്ഞു. ഇതാ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കാൻ നിങ്ങളുടെ അടുത്തേക്ക് എഴുന്നള്ളുകയാണ്. ദിവ്യകാരുണ്യ പ്രദക്ഷിണം ഇവിടെ ആരംഭിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവർ, ഇവിടെ എന്റെ നേരെ നോക്കുക. നടുക്ക് അവർ വഴിയൊരുക്കിക്കോട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ദ്വീപിൽ നിറഞ്ഞു നിന്ന് നിങ്ങളെ അനുഗ്രഹിച്ച ഈശോ ഇതാ അവസാനം ഒരിക്കൽ കൂടെ നിങ്ങളെ അനുഗ്രഹിക്കാൻ നിങ്ങളുടെ തൊട്ടടുത്തേക്ക് വരുന്നു. 2000 കൊല്ലം മുമ്പ് ജെറൂസലേം പട്ടണത്തിലേക്ക് ഈശോ കടന്നു ചെല്ലുമ്പം മരത്തിന്റെ ചില്ലകൾ വിരിച്ച്, തുണി വിരിച്ച് ഈശോയെ സ്വീകരിച്ച് ഓശാന പാടി ഈശോയെ മഹത്വപ്പെടുത്തി ഈശോയെ ആരാധിച്ച ജനം, ജെറൂസലേം പട്ടണത്തിലൂടെ കടന്നുപോയവൻ ഇതാ ഈ രാത്രി നേരത്ത് ഈ ബോൾഗാട്ടി ദ്വീപിൽ നിന്റെ തൊട്ടടുത്തുകൂടെ കടന്നു വരുന്നു. ഈശോ ഇതാ എഴുന്നള്ളി വരുമ്പം ഈശോയെ എതിരേറ്റുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ഈശോയെ വരണേ, എന്റെ അടുത്തേക്ക് നീ വരണേ, ഈ നാട്ടിലേക്ക് നീ വരണേ, എന്നെ അനുഗ്രഹിക്കണേ. ഈശോയെ വിളിച്ചു പാടാം. വാ വാ യേശുനാഥ, എല്ലാരും ചേർന്ന്. കൈകൾ കൂപ്പി പിടിച്ച് ഈശോയിലേക്ക് തിരിഞ്ഞ് സ്നേഹനാഥ ഹൃദയം തേടിയിടും സ്നേഹമേ നീ യേശുനാഥ. ഈശോ ഇതാ പ്രിയപ്പെട്ടവരെ എഴുന്നള്ളി വരുന്നു. മാലാഖമാരെ പോലെ ഈ വെള്ളയുടുപ്പിട്ട നമ്മുടെ കുഞ്ഞുങ്ങൾ ഈശോയെ എതിരേൽക്കുന്നു. ഈശോയുടെ മുന്നിൽ പൂവിതറി ഈശോയെ സ്വീകരിക്കുന്നു. ഒരിക്കൽ കൂടി ഉള്ളു തുറന്ന് ഈശോയെ നീ വരണേ, എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി എന്റെ അടുത്തേക്ക് നീ വരണേ വിളിക്കണം. ഈശോയിലേക്ക് തിരിഞ്ഞ് കൈകൾ കൂപ്പി നിങ്ങൾ നിൽക്കണം. നിങ്ങളുടെ തൊട്ടടുത്തുകൂടി ഈശോ വരുമ്പം സാധിച്ചാൽ മുട്ടുകുത്തി കൈകൾ കൂപ്പി ഈശോയെ ആരാധിച്ചുകൊണ്ട് പാടുക. വാ വാ യേശുനാഥ. നിങ്ങളുടെ അടുത്തേക്ക് ഈശോ വരുമ്പം മുട്ടുകുത്തിയാൽ മതി. നിങ്ങളുടെ അടുത്തേക്ക് ഈശോ ഹൃദയം തേടിയിടും സ്നേഹമേ യേശുനാഥ. പ്രിയപ്പെട്ടവരെ, ഈ അരുളിക്കയിലെ അപ്പത്തിൽ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നവൻ സർവശക്തനായ ദൈവമാണ്.
എല്ലാ ആരാധനയ്ക്കും, എല്ലാ സ്തുതിക്കും, എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യനായ ദൈവം, ആരാധനയ്ക്കേറ്റം യോഗ്യനായ ഈ ദൈവത്തെ, ആ ദൈവത്തിലേക്ക് വലതുകരം നിങ്ങൾ ഉയർത്തി നീട്ടി ഈ വരികൾ ആരാധനയ്ക്കേറ്റം യോഗ്യനായവനെ പാടി ആരാധിക്കുക. ആരാധനയ്ക്കേറ്റം എല്ലാവരും കൂടെ ആയവനെ, അനശ്വരനായ നിങ്ങളുടെ തൊട്ടടുത്തേക്ക് കടന്നു വരുന്നു നിങ്ങളെ അനുഗ്രഹിക്കാൻ, നിങ്ങളെ ആശീർവദിച്ച് ശക്തിപ്പെടുത്താൻ. ജീവിതം അവിരാമം ഞങ്ങൾ പ്രിയപ്പെട്ടവരെ, 2000 കൊല്ലങ്ങൾക്ക് മുൻപ് ബെത്ലഹേമിലെ പുൽക്കൂട്ടിൽ പിറന്ന ദൈവത്തിന്റെ പുത്രന നിങ്ങളുടെ തൊട്ടടുത്തുകൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ആട്ടിടയർ ഈശോയുടെ മുന്നിൽ വന്ന് കൈകൾ തൂക്കിപ്പിടിച്ച് അവരെ പ്രാർത്ഥിച്ചു. അവർ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടു. ഈശോ പിറന്നെന്ന് കേൾക്കുമ്പം പൗരസ്ത്യ നാട്ടിൽ നിന്ന് രാജാക്കന്മാര് വന്ന് പൊന്നും മീറയും കുന്തിരിക്കവും ഈശോയുടെ മുന്നിൽ കാഴ്ചയായി വെച്ച് ഈശോയെ ആരാധിച്ചു. നിന്റെ കയ്യിൽ നിന്ന് പൊന്നില്ല, മീറയില്ല, കുന്തിരിക്കമില്ല. നിനക്കുള്ളത് നിന്റെ ജീവിതം മാത്രം, നിന്റെ ആഗ്രഹങ്ങൾ മാത്രം, നിന്റെ പ്രതീക്ഷകൾ മാത്രം, നിന്റെ കണക്കുകൂട്ടലുകളും സ്വപ്നങ്ങളും മാത്രം. അത് ഈശോയുടെ മുന്നിൽ ഈ നിമിഷം ഈശോ കടന്നു വരുന്ന വഴികളിൽ നീ അർപ്പിച്ചുകൊള്ളുക. നിനക്ക് ഈശോയുടെ മുന്നിൽ അർപ്പിക്കാൻ നിന്റെ വേദനകളേ ഉള്ളൂ, കണ്ണീരേ ഉള്ളൂ. നിന്റെ കണ്ണീരും നിന്റെ കണ്ണീരിന്റെ കാരണങ്ങളും അതെന്തുമായിക്കോട്ടെ ഈശോയുടെ മുന്നിൽ അർപ്പിക്കുക. ഈശോയെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ ജീവിതം സമർപ്പിച്ച്, പ്രാർത്ഥനകൾ സമർപ്പിച്ച്, പ്രതീക്ഷകൾ സമർപ്പിച്ച്, വേദനകൾ സമർപ്പിച്ച്, രോഗാവസ്ഥകൾ സമർപ്പിച്ച്, നമ്മുടെ നൊമ്പരങ്ങൾ സമർപ്പിച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് ആരാധിച്ചിടാം, കുമ്പിട്ട് ആരാധിച്ചിടാം, പാടാം. എല്ലാവരും കൂടെ ആരാധിക്കുമ്പോ അവതാരം നിന്നെ ചേരണം നിങ്ങളുടെ അടുത്ത് നിന്ന് ഈശോ ഇതാ അകലുന്നു. ഈ അൾത്താരയിലേക്ക് ഈശോ അടുത്തു വരുന്നു. എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ അവരൊരു സന്ധ്യാനേരത്ത് ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. നാഥ, നേരം വൈകുന്നു, സന്ധ്യയാകാറായി, ഞങ്ങളെ വിട്ട് നീ പോകരുതേ. നീ വേണം ഈ ദ്വീപിനെ കാക്കാൻ, ഇവിടെ സംരക്ഷണം തരാൻ. വിഷജീവികൾ, തിന്മയുടെ വിഷജീവികൾ ഈ ദ്വീപിൽ ഇഴഞ്ഞു നടക്കാൻ നീ അനുവദിക്കരുത്. കർത്താവേ, ഞങ്ങളെ വിട്ടു നീ പോകരുത്, ഒരിക്കലും ഞങ്ങളെ വിട്ടു പോകരുത്. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും കൂടെ ഞങ്ങളെ വിട്ട് നീ പോകരുത്. ഞങ്ങളുടെ ഉള്ളിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഈ നാട്ടിൽ, ഈ ബോൾഗാട്ടിയിൽ നിനക്ക് ജീവിക്കാൻ ഒരുക്കമുള്ള ഇടം ഞങ്ങൾ ഒരുക്കിക്കൊള്ളാം. നീ ഞങ്ങളുടെ ഹൃദയവാതിലിൽ വന്ന് മുട്ടുന്നു, ഞങ്ങൾക്കറിയാം. നിനക്കായി എന്നും ഞങ്ങളുടെ ജീവിതത്തിന്റെ വാതിൽ, കുടുംബത്തിന്റെ വാതിൽ, ഈ നാടിൽ യേശുനാഥ, യേശുനാഥ, സ്നേഹനാഥ, ഹൃദയം തേടിയിടും സ്നേഹമേ നീ, യേശുനാഥ, വീണ്ടും യേശുനാഥ, യേശുനാഥ,
കഴിഞ്ഞു. ഈ ദാസനെ ഇനി സമാധാനത്തിൽ വിട്ടയച്ചാലും ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയ വികാരങ്ങളാകട്ടെ, ചിന്തകളാകട്ടെ, ദൈവത്തിങ്കലേക്ക് ഉയരുന്ന ചിന്തകൾ. ഈശോ സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷ, ഈ ലോകത്തിലേക്ക് കടന്നു വന്ന രക്ഷകനെ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കണ്ടു. ഞങ്ങൾ കൺകുളിർക്കെ കണ്ടു. ഞങ്ങളെ ഇനി സമാധാനത്തിൽ കഴിയാൻ ഞങ്ങളെ അനുഗ്രഹിച്ചാലും ഞങ്ങളെ വിട്ടയച്ചാലും അനുഗ്രഹത്തിന്റെ നിറവിൽ, സമാധാനത്തിന്റെ നിറവിൽ, ഐശ്വര്യത്തിന്റെ നിറവിൽ ഞങ്ങളെ പറഞ്ഞു വിടണേ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സകല ജനത്തിനും വേണ്ടിയ രക്ഷ ഇതാ ഞാൻ കണ്ടു കർത്താവേ. കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് ഉയർത്തി ഒരിക്കൽ കൂടി ആരാധിച്ചിടാം, കുമ്പിട്ട് ആരാധിച്ചിടാം. ഈ ഗാനം ആലപിക്കുമ്പം ഈശോ നിങ്ങളെ അനുഗ്രഹിക്കും, ഈശോ നിങ്ങളെ ആശീർവദിക്കും. ഈശോയിലേക്ക് കണ്ണു തുറന്ന് നോക്കി, കൈകൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടി ആരാധിച്ചിടാം, കുമ്പിട്ട് ആരാധിച്ചിടാം. ഈ ഗാനം ആലപിക്കുമ്പം ഈശോ നിങ്ങളെ ആശീർവദിക്കും. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അവതാരം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തി പാടാം. ആ പദമലരിൽ താടു വീണ് വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീ വീണാൽ വാഴണം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അവതാരം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തി പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീ നീണാൽ വാഴണം. കുമ്പിടാവുന്ന അത്രയും ഈശോയുടെ മുന്നിൽ കുമ്പിട്ടുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.